السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, അഥവാ നമ്മെ ഓരോരുത്തരെയും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഒരിക്കലും ഏതെങ്കിലും മറ്റുള്ള ജീവികളെ പോലെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കന്നുകാലികളെ പോലെയോ നാൽക്കാലികളെ പോലെയോ തിന്നും കുടിച്ചും രമിച്ചും മണ്ണായി പോകേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ ഉദ്ദേശമില്ലാതെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളല്ല നാം ഓരോരുത്തരും. നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയിട്ടാണെന്നാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള ജന്തുജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ അവസാനമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, എന്നിട്ട് മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയിൽ വേറൊരു സൃഷ്ടിയെയും അള്ളാഹു പുതുതായി ഉണ്ടാക്കിയിട്ടില്ല. അത് പുതിയൊരു ജീവിയെയോ പുതിയൊരു ഭക്ഷണത്തെയോ ഒന്നും, അതല്ലെങ്കിൽ പുതിയൊരു കായികനിയെയോ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ഒരുക്കിയിട്ടില്ല. അള്ളാഹു തആല മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. 3 രീതിയിലായിരിക്കും മനുഷ്യന് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെന്നാണ്. അഥവാ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനുഷ്യന് 3 രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ ഒരു ഇബ്റത്ത്, അവന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു ജീവിയാവട്ടെ, ഒരു വൃക്ഷമാവട്ടെ, ഒരു പൂവാകട്ടെ, എന്ത് കാര്യമാവട്ടെ, ഒന്നെങ്കിൽ ഇബ്റത്തായിരിക്കും. അല്ലെങ്കിൽ നഫ്അ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അവനുണ്ടാവും, ആ വസ്തുവിനെ കൊണ്ട് അവനൊരു ഉപകാരം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇബ്തിലാ, അവനെ പരീക്ഷിക്കാനുള്ള ഒരു വസ്തുവായിരിക്കും. ഇപ്പൊ ഒരു ചെടി, അത് നീ ഭക്ഷിക്കാൻ പാടില്ല, അതവനുള്ള പരീക്ഷണമാണ്, ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ 3 കാര്യത്തിനാണ് നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അള്ളാഹു തആല മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ ഞാൻ പ്രത്യേകം ഇക്റാം ചെയ്തിരിക്കുന്നു എന്നത്. അപ്പോ അത്രയും ഇക്റാം ചെയ്ത, അത്രയും സൃഷ്ടിപ്പിൽ നമുക്ക് വേണ്ടി ആകാശഭൂമികൾ ലോകമെല്ലാം ഒരുക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ഈ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യവും നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വത്തിൽ എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ളതും, എങ്ങനെയാണ് നമുക്ക് ഇരുലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതും നാം ഓരോരുത്തരും ആലോചിക്കണം. അത് ഗൗരവമായി ചിന്തിച്ച ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. ഒരു സംഭവം കാണാം, മുസ്നദ് അഹ്മദിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന അന ജാലിസുൻ ഫീ ളില്ലി ഉത്മി മിനൽ ആതാം മറ അലയ്യ ഉമർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം ഒരു തണലിന്റെ ചുവട്ടിലായിക്കൊണ്ട് ഒരു കെട്ടിടത്തിന്റെ, പഴയ ഒരു കെട്ടിടത്തിന്റെ തണൽ ലഭിക്കുന്ന ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ അടുക്കലൂടെ കടന്നുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫിന്റെ കാലത്താണ്. ഫസല്ലമ അലയ്യ ഫലം അശ്ഉർ അന്നഹു മറ വലാ സല്ലമ. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് സലാം പറഞ്ഞു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാനത് അറിഞ്ഞില്ല. സലാം പറഞ്ഞതും അറിഞ്ഞില്ല, കടന്നുപോയതും അറിഞ്ഞില്ല. ഫന്തലഖ ഉമർ റളിയല്ലാഹു അൻഹു ഹത്താ ദഖല അലാ അബീ ബക്രിൻ. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ നിന്ന് പോയിട്ട് നേരെ പോയത് ആരുടെ അടുത്തേക്കാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോയി. ഫഖാല ലഹു, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് പോയിട്ട് പറഞ്ഞു, മാ യുഅ്ജിബുക അന്നി മറർതു അലാ ഉസ്മാൻ ഫസല്ലംതു അലൈഹി ഫലം യറുദ്ദ അലയ്യ അസ്സലാം. പരാതിയായിട്ട് പറഞ്ഞു, ഞാൻ ഉസ്മാന്റെ അടുക്കലൂടെ പോകുമ്പോൾ സലാം പറഞ്ഞു,
ഉസ്മാൻ റളിയല്ലാഹു എന്ത് ചെയ്തില്ല, എനിക്ക് സലാം വീട്ടിയില്ല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികളാണ്. അപ്പൊ പറഞ്ഞു, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉസ്മാന്റെ അടുക്കലൂടെ വന്ന് സലാം പറഞ്ഞപ്പോ ഉസ്മാൻ സലാം വീട്ടിയില്ല എന്ന് പരാതി പറഞ്ഞു. وأقبل هو وأبو بكر في ولاية أبي بكر حتى سلما علي جميعا. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവും അബൂബക്കർ റളിയല്ലാഹുവിനും കൂടെ പോയിട്ട് ആരടുത്ത് പോയി? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. രണ്ടുപേരും ഒരുമിച്ച് സലാം പറഞ്ഞു. ثم قال അബൂബക്കർ, അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അറിഞ്ഞു, സലാം വീട്ടി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ജാഅനി അഖൂക ഉമർ, നിന്റെ സഹോദരൻ ഉമർ എന്റെ അടുക്കലേക്ക് വന്നു. فذكر أنه مر عليك فسلم فلم ترد عليه السلام. എന്നിട്ട് എന്നോട് പരാതി പറഞ്ഞു, നിങ്ങളുടെ അടുത്തുകൂടെ കടന്നു പോയപ്പോ സലാം പറഞ്ഞപ്പോ നിങ്ങൾ സലാം വീട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഫമല്ലദീ ഹമലക അലാ ദാലിക്, നിങ്ങൾ എന്താ സലാം വീട്ടാന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു ഒന്ന് ചോദിക്കാൻ. ഫഖുൽതു, ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, വല്ലാഹി മാ ശഅർതു അന്നക മറർത ബി വലാ സല്ലംത. പറഞ്ഞു, അള്ളാഹു ആണ് നിങ്ങൾ കടന്നു. ഉസ്മാൻ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു പറയാണ്, അള്ളാഹു ആണ് നിങ്ങൾ കടന്നുപോയതും ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ സലാം പറഞ്ഞതും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഖാല അബൂബക്കറിൻ, ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, സദഖ ഉസ്മാൻ, ഉസ്മാൻ പറഞ്ഞത് സത്യമാണ്, അറിയാത്തോണ്ടാണ് എന്ത് ചെയ്ത് സലാം വിട്ടായിരുന്നത്. വഖദ് ശഗലക അൻ ദാലിക അംറുൻ. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഈ ഒരാളടുത്തുകൂടെ പോയിട്ട് സലാം പറഞ്ഞ് കേൾക്കാതിരിക്കാൻ മാത്രം എന്തോ ഒരു കാര്യം നിങ്ങൾ ചിന്തയിൽ മുഴുകിയതുകൊണ്ടാണ് എന്ത് പറ്റാതിരുന്നത്, ആളെ അറിയാതിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഉണ്ടാവും എന്തെങ്കിലും കാര്യം സീരിയസ് ആയി ആലോചിച്ചിരിക്കുമ്പോ വേറൊരാൾ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ എന്തോ ഒരു ഗൗരവമുള്ള ചിന്തകളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയത് എന്ന് പറഞ്ഞു. ഫഖുൽതു, ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, ഞാൻ പറഞ്ഞു, അജൽ, അതെ, ഒരു ചിന്തയിലായിരുന്നു. ഖാല മാ ഹുവ, അപ്പൊ എന്താണ് ആ കാര്യം ചോദിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, توفى الله نبيه صلى الله عليه وسلم قبل أن نسأله عن نجاة هذا الأمر. ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട കുറച്ച് അടുത്ത സമയത്താണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചില സഹാബികള് ഒരു വസ്വാസ് ബാധിക്കുന്ന അവസ്ഥ. ഇതിന്റെ വേറെ റിവായത്തുകൾ കാണാം. വളരെ ചിന്തയായിട്ട് ആകെ വിഷമത്തിലും ആകെ ഒരു ടെൻഷൻ അടിച്ചിട്ട് ചിന്തയിൽ മുഴുകിയ ആളുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അതിൽ പെട്ട ആളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റൂഹ് പിടിച്ചു. ഖബല അൻ നസ്അലഹു അൻ നജാതി ഹാദൽ അംർ, നമ്മെ ഈ സൃഷ്ടിച്ച ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിത ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ, ഈ ദീനിൽ എങ്ങനെ രക്ഷപ്പെടും, എന്താണ് വിജയിക്കാനുള്ള മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിപ്പിച്ചല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതെ പോയത് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം, ആ സഹാബിമാർ ശ്രേഷ്ഠരായിട്ടുള്ള സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ പറഞ്ഞിട്ടുള്ള ആ സഹാബിമാരാണ് എന്ത് ചിന്തിക്കുന്നത്, ഈ കാര്യം ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും എന്താണ് എന്റെ ജീവിതത്തിൽ, നമ്മളിപ്പോ നമ്മളെ വേറെ പല കാര്യങ്ങൾ ആലോചിക്കും, നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കും, മക്കളെ കുറിച്ച് ആലോചിക്കും, കച്ചവടം, ജോലി, അതുപോലെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇരുന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ എന്റെ ഈ ജീവിത ലക്ഷ്യത്തിൽ ഞാൻ രക്ഷപ്പെടും, എങ്ങനെ ഞാൻ വിജയിക്കും പരലോകത്ത് എന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് സഅൽതുഹു അൻ ദാലിക്, എന്നാ ഞാനത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പക്ഷെ ഞാനത് ചോദിച്ചിട്ടുണ്ട്. ഖാല ഫഖുംതു ഇലൈഹി ഫഖുൽതു ലഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് കേട്ടപ്പോ ഞാൻ നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്ന് എടുത്തു പോയി എന്നിട്ട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി അൻത അഹഖു ബിഹാ, ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അതിന് അർഹനായിട്ടുള്ളത്, ചോദിക്കാനും അതറിയാനും അർഹനായ ആള് നിങ്ങൾ തന്നെയായിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് പറഞ്ഞു. ഖാല അബൂബക്കറിൻ, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മാ നജാതു ഹാദൽ അംർ. ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഈ ഇരു ലോകത്തും രക്ഷപ്പെടാനുള്ള, വിജയിക്കാനുള്ള മാർഗം എന്ന് ഞാൻ ചോദിക്കേണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മൻ ഖബില മിന്നി അൽ കലിമത അല്ലതി അറദ്തു അലാ അമ്മി ഫറദ്ദഹാ അലൈ ഫഹിയ ലഹു നജാതുൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൻ ഖബില മിന്നി അൽ കലിമത, ആരാണോ എന്നിൽ നിന്ന് ഈ വാക്കിനെ സ്വീകരിക്കുന്നത്, ഏത് വാക്ക്, അല്ലതി അറദ്തു അലാ അമ്മി, എന്റെ പിതൃവ്യന്റെ അടുക്കൽ ഞാൻ
പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത എന്റെ പ്രതിഭയം പറഞ്ഞ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഭയൻ അബൂ താലിബ്. അബൂ താലിബിന്റെ അടുക്കൽ ഞാൻ പറഞ്ഞു കൊടുത്ത, അറിയിച്ചു കൊടുത്ത ആ കലിമത്ത് ആരാണോ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നത്, ഫറദ്ദഹ അലയ്യ, അത് ആരാണോ എന്നോട് തിരിച്ചു പറയുന്നത്, ഫഹിയ ലഹു നജാത്തുൻ, അവനത് രക്ഷയായിരിക്കും എന്ന് പറഞ്ഞു. ആ കലിമത്ത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് രക്ഷാമാർഗം എന്ന് പറഞ്ഞു. ഇവിടെ ലാ ഇലാഹയുടെ ഫദ്ല് അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്രയും ഗൗരവത്തിൽ ചിന്തിച്ചു. എന്താണ് നജാത്ത്, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന്. ആരാണ് ചിന്തിക്കുന്നത്? ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദറ ഉസ്മാൻ മാ അമില ബഅദൽ യൗം. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി മദീനയുടെ അടുത്തുള്ള കിണറൊക്കെ വാങ്ങിക്കൊടുത്ത് ധാരാളം യുദ്ധത്തിനൊക്കെ സമ്പത്ത് ചെലവാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇനി എന്ത് ചെയ്താലും ഉസ്മാൻ അതൊരു ദോഷം വരൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു സഹാബിയാണ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് ചിന്തയിലായിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ചിന്ത വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കുള്ള സന്ദർഭത്തിൽ ആലോചിച്ചാൽ മതി. നമ്മള് നമ്മുടെ ഭാര്യയോടൊപ്പമോ മക്കളുടെ ഒപ്പമോ കൂട്ടുകാരുടെ ഒപ്പമോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ചർച്ചകളും സംസാരങ്ങളും ചിരിയും തമാശയും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സന്ദർഭത്തിൽ, നമ്മൾ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരു കാര്യം ആലോചിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു സംഭവം, ഒരു സഹാബി ഗൗരവത്തിൽ ചിന്തിച്ച ഒരു സംഭവമാണ്. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പത്നി എടുത്തുണ്ട്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം കരയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഫസഅൽതു, പിന്നെ അദ്ദേഹം ഇങ്ങനെ കരയാണ്. ജീവിക്കുന്ന കാലത്താണോ അല്ലേ അറിയില്ല, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം കരയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, മല്ലദി അബ്കാക്ക്, നിങ്ങളെ എന്താ കരയിപ്പിച്ചത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയെന്ന് ചോദിച്ചു. അപ്പോ ആ സഹാബി പറഞ്ഞു, ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. സൂറത്ത് മറിയമിലെ 71, 72 ആയത്തുകൾ. അതിൽ പറയാണ്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാളുമില്ല നരകത്തിന്റെ അടുക്കൽ എത്താതെ. ഇതിന്റെ തഫ്സീറിൽ കാണാം, നരകത്തിന്റെ മേലെ സ്ഥാപിച്ചിട്ടുള്ള സിറാത്തിന് മുകളിലൂടെ കടന്നു പോകാതെ ഒരാളും തന്നെ ഇല്ല, എല്ലാവരും അതിന്റെ മുകളിലൂടെ കടന്നു പോകും. അല്ലാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ്? തഖ്വയുള്ള ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. ഈ ആയത്ത് ആലോചിച്ചിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു. ഫലാ അദ്രി അനൻജു മിൻഹാ അംലാ. അബ്ദുല്ലാഹ് ബിൻ റവാഹ പറയാണ്, എനിക്കറിയില്ലല്ലോ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമോ അതോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി കരയാണ്. അപ്പൊ നമ്മുടെ മുൻഗാമികൾ ഈ ഒരു കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇരുലോകത്തും പ്രത്യേകിച്ച് പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നുള്ളത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഖുർആനിലും ഹദീസിലും ഈ നജാത്തുമായി ബന്ധപ്പെട്ട് രക്ഷ അല്ലെങ്കിൽ വിജയം എന്നെല്ലാം പറയുന്ന ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാരണങ്ങളായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു 10 കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സംസാരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ പരലോകത്ത് രക്ഷപ്പെടാനുള്ള, ജീവിതത്തിലും ഇരുലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനായിട്ടുള്ള ചില കാരണങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അത് നമ്മൾ കേൾക്കുകയും അത് ഗൗരവത്തിൽ ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ കാര്യം, തൗഹീദുല്ലാഹി വ ഇഖ്ലാസുദ്ദീനി ലഹു, അള്ളാഹുവിലുള്ള തൗഹീദും അതുപോലെ തന്നെ ദീനിനെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി കൊണ്ട് അള്ളാഹുവിനു വേണ്ടി പ്രവർത്തിക്കുക, അഥവാ കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്നുള്ളത്. ഇതിനെന്താണ് തെളിവായിട്ടുള്ളത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? മൻ ഖബില മിന്നി അൽ കലിമത്തല്ലതി അറദ്തു അലാ അമ്മി ഫറദ്ദഹാ അലയ്യ ഫഹിയ ലഹു നജാത്ത്. ഞാൻ എന്റെ പിതൃവിനോട് പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞത്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണസമയത്ത് അബൂ താലിബിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാണ്, യാ അമ്മി, എന്റെ പിതൃവ്യ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞു. ആ വാക്ക്
പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു പറയുകയും ചെയ്താൽ, അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി കൊണ്ടു നടന്നാൽ ഫഹിയ ലഹു നജാത്ത്, അത് അവന് രക്ഷാമാർഗമായിരിക്കും. ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമാണ്. സ്വർഗം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടേ ലഭിക്കുകയുള്ളൂ. നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടേ ലഭിക്കുകയുള്ളൂ. നരകത്തിൽ ശാശ്വതനാകാതിരിക്കണമെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. വേറെ ഒന്നുകൊണ്ടും സ്വർഗപ്രവേശനവും ലഭിക്കില്ല, നരകത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കില്ല. അതുകൊണ്ട് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിക്കണം. നമ്മൾ ശരിക്കും ആലോചിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് എന്താണ് നമുക്ക് അറിവുള്ളത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം വുദു എടുക്കണം. ആരും വുദു ഇല്ലാതെ എന്ത് ചെയ്യില്ല, നിസ്കരിക്കൂല. കാരണം നിസ്കാരം ശരിയാവൂല. നിസ്കാരത്തിന്റെ ഷർത്താണ് എന്നറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ, അള്ളാഹു നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. 7 നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയുമോ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർക്കാനുകളുണ്ട്. നിസ്കാരം ശരിയാണെങ്കിൽ റുക്കൂ വേണം, സുജൂദ് വേണം. റുക്കൂവും സുജൂദും ചെയ്യാതെ ഒരാളുടെ നിസ്കാരം എന്താവൂല, ശരിയാവൂല. ഒരാൾ നിസ്കരിക്കുകയാണ്, അയാൾ റുക്കൂ ചെയ്യുന്നില്ല, സുജൂദ് ചെയ്യുന്നില്ല, അയാൾ നിസ്കാരമില്ല. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരെ ആവണമെങ്കിൽ 2 അർക്കാനുകളുണ്ട്, നഫിയും ഇസ്ബാത്തും ഉണ്ട്. നമുക്കറിയാം, നിസ്കാരം മുറിഞ്ഞു പോകുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. അശുദ്ധി എന്നാൽ നിസ്കാരം മുറിഞ്ഞു പോകുന്ന അത്തഹിയാത്ത് വരെ 4 റക്അത്ത് നിസ്കാരം, ഒരാൾ അവസാനത്തെ അത്തഹിയാത്തിലെത്തി, അയാളെ വുദു മുറിഞ്ഞു പോവുകയാണ് വിചാരിക്കുക, നിസ്കാരം ബാത്തിലായി, വീണ്ടും ആദ്യം മുതൽ നിസ്കരിക്കണം. നമുക്ക് നിസ്കാരം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ വുദു മുറിയുന്ന കാര്യങ്ങൾ അറിയാം. തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർന്നു പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഷിർക്ക്, കുഫ്ർ, നിഫാഖ്. അതിന്റെ ശാഖാപരമായിട്ട് ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, കുഫ്റുൻ അക്ബർ, കുഫ്റുൻ അസ്ഗർ, നിഫാഖുൻ അക്ബർ, നിഫാഖുൻ അസ്ഗർ. അങ്ങനെ അതിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് അറിയണം, ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഇതെനിക്ക് പഠിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, നമ്മൾ പരിശോധിക്കും. കാരണം നമ്മുടെ വിജയം നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഈ തൗഹീദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും രക്ഷയാണ്. ഒന്നാമത്തെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരകത്തിൽ പ്രവേശിക്കാതെ ഇരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം, തൗഹീദ് വേണം. ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അതെങ്ങനെയുള്ള ആളുകളാണ്? തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആളുകൾ, തൗഹീദ് അതിന്റെ എല്ലാ നിബന്ധനകളോടുകൂടി സാക്ഷാത്കരിച്ച ആളുകൾ. അവർക്ക് എന്തില്ല, നരകത്തിൽ പ്രവേശിക്കേ വേണ്ട. അവർക്ക് നരകം നിഷിദ്ധമാണ്, അവരൊരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ, ഈ ഷർത്തും അർക്കാനുകളൊക്കെ അതിന്റെ പരിപൂർണമായ രൂപത്തിലുള്ള ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ നരകത്തിൽ പ്രവേശിച്ചാലും, അവർ പാപങ്ങൾ ചെയ്തു, വലിയ തെറ്റുകൾ ചെയ്തു, നരകത്തിൽ പ്രവേശിച്ചാലും അതിൽ ശാശ്വതമല്ലാതെ, ഖുലൂദില്ലാതെ പുറത്തു വരുന്ന ആളുകൾ. അതിനെന്ത് വേണം? തൗഹീദ് വേണം. ചില ആളുകൾ തൗഹീദ് ഉണ്ടാകും, പക്ഷെ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുക, കൊലപാതകമോ വ്യഭിചാരമോ പാപങ്ങൾ ചെയ്ത് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ എന്നെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് തൗഹീദ് വേണം. അപ്പൊ തൗഹീദ് ഇല്ലാതെ ഒരു തരത്തിലും നമുക്ക് എന്തില്ല, രക്ഷ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന് പ്രത്യേകം ഒരു സ്ഥാനവും, അതുപോലെ തന്നെ തൗഹീദിനെ കുറിച്ചുള്ള പഠനത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള പഠനത്തിന് വലിയൊരു പ്രാധാന്യം നമ്മൾ നൽകണം. അതുപോലെ തന്നെ പറഞ്ഞ കാര്യമാണ് അൽ ഇഖ്ലാസു ലില്ലാഹ്. തൗഹീദ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് കിട്ടി എന്ന അർത്ഥമല്ല. തൗഹീദ് ഒന്നുകൂടി ആമായിട്ടുള്ള പദമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുകൂടി ഒന്നുകൂടിയും ആമായിട്ട് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള പദമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നുകൂടി പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം, ചെറിയ രീതിയിൽ പോലും അതിൽ വേറൊരാൾക്കൊരു പങ്കും വരാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ ഇഖ്ലാസോടുകൂടി ആകുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ശിർക്കിന്റെ എല്ലാ വശത്തെ കുറിച്ച് നമ്മൾ അറിയണം. അതായത് തൗഹീദ് വേണം വിജയിക്കാൻ എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതിനെ തകർക്കുന്ന കാര്യം എന്താണ്? ഷിർക്കാണ്. അപ്പൊ ഷിർക്ക് എന്താണെന്ന് അറിയണം. പല ആളുകൾക്കും സുബ്ഹാനല്ലാഹ് എന്താണ് ഷിർക്ക് എന്നറിയില്ല.
ഷിർക്കിന്റെ ഇനങ്ങൾ അറിയില്ല. ഷിർക്ക് വലുതുമുണ്ട് ചെറുതുമുണ്ട്. വലുത് മില്ലത്ത് എന്ന് പുറത്താകും, അവൻ മുസ്ലിം അല്ല, ദീനെന്ന് പുറത്താകും, കാലാകാലം നരകത്തിലാകും. അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ചു തേടുക, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക, രക്ഷ തേടുക, അറവ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ശിർക്കുൻ അസ്ഗർ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി, മറ്റാളുകൾ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ നല്ലൊരാളാണ്, ഞാൻ നല്ല കർമ്മം ചെയ്യുന്ന ആളാണ് സ്വന്തത്തിൽ തോന്നുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ കർമ്മത്തെ പൊളിച്ചു കളയും. ശിർക്കുൻ അസ്ഗറാണ്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മുടെ തൗഹീദിനെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതി, സൂറത്തുൽ അൻആമിലെ 82ാമത്തെ ആയത്ത് ഓതി, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വിശ്വസിച്ച ആളുകൾ അവരുടെ വിശ്വാസത്തിൽ ഒരു മറ്റൊന്നും കളങ്കപ്പെടുത്താത്ത, അതിൽ ദുൽമ കൊണ്ട് അതിനെ കളങ്കപ്പെടുത്താത്ത ആളുകൾ എന്നുള്ള ആയത്ത് ഓതിയപ്പോ സ്വഹാബികൾക്ക് വളരെ ഞെരുക്കായി. സ്വഹാബികൾ ചോദിച്ചു, അയ്യുനാ ലാ യുദ്ലിമു നഫ്സഹു, ഞങ്ങൾ ഒരാളും ഇല്ല സ്വന്തത്തിനോട് എന്തെങ്കിലും ദുൽമ ചെയ്യാത്ത ആള്, എന്തെങ്കിലും ഒരു പാപം ചെയ്യാത്ത ആള് ഞങ്ങൾ ഒരാളും ഇല്ല, അപ്പൊ ഞങ്ങൾക്കൊന്നും രക്ഷയില്ലേ എന്ന് എനിക്ക് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഹുവ കമാ തദുന്നൂന ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാൻ ലിബ്നിഹി. അവിടെ ദുൽമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പാപങ്ങളല്ല. അവിടെ ഉദ്ദേശിച്ചത് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞ ഈ വാക്കാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, നീ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ഏറ്റവും വലിയ ദുൽമാണെന്നുള്ളത്. അപ്പൊ തൗഹീദിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഉറപ്പെടുത്തിട്ട് നമ്മള് കിതാബു തൗഹീദ് ഏതെങ്കിലും ഇപ്പോ ഏത് ഭാഷയിലാണോ, അറബി അറിയുന്നവരാണെങ്കിൽ അറബിയിൽ ഏതെങ്കിലും സലഫി ഉലമാക്കളുടെ കിതാബു തൗഹീദിന്റെ ഷർഹ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഇനി അറബി അറിയാത്തവരാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ഉസ്താദുമാർ എടുത്തിട്ടുള്ള കിതാബു തൗഹീദിന്റെ ഷർഹ് പല ഉസ്താദുമാരും എടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഒരു തവണ കേൾക്കണം. അതിന്റെ ബാബുകളെ കുറിച്ച് അറിയണം. നിങ്ങൾക്ക് ഏതാണോ കേട്ട് മനസ്സിലാക്കാൻ നല്ലതായി തോന്നുന്നത് ആ ഒരു ദർസ് കേൾക്കുക. എന്നിട്ട് തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും, അഖീദ നമ്മൾ കൃത്യമായി പഠിക്കണം. ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം വേണമെങ്കിൽ സലാസത്തുൽ ഉസൂൽ അത് ബേസ് ആയിട്ട് പഠിക്കാം, ബേസ് ആയിട്ട് സലാസത്തുൽ ഉസൂൽ പഠിക്കാം. അതിനുശേഷം കിതാബു തൗഹീദ് പഠിക്കുക, കിതാബു തൗഹീദ് പഠിക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ അഖീദത്തുൽ വാസിത്തിയ അല്ലെങ്കിൽ അഖീദത്തുൽ തഹാവിയ, ഇതിലേതെങ്കിലും ഒരു കിതാബ് മൂന്നാമതായി പഠിക്കുക. ഈ മൂന്നെണ്ണം പഠിക്കുമ്പോഴേക്ക് തൗഹീദിന്റെ ഒരു ബേസ് നല്ല രീതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ തന്നെ നമുക്ക് ഉറക്കും. പിന്നെ അതിന്റെ ഭാഗമായിട്ട് വേറെ കിതാബുകൾ ഓരോന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് പഠിക്കാം. പിന്നെ ഖവായിദുൽ അർബഅ, അതുപോലെ നവാഖിദുൽ ഇസ്ലാം, കശ്ഫ് ശുബ്ഹാത്ത്, അങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ഈ മൂന്ന് കിതാബ് ബേസ് ആയിട്ട് പഠിക്കണം. കാരണം ഒന്ന് അസ്ലിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യും സലാസുൽ ഉസൂൽ. കിതാബ് തൗഹീദിൽ അതിന്റെ ഫർഈ ആയിട്ടുള്ള തൗഹീദിന്റെ എല്ലാ മേഖലകളും വരും. അതുപോലെ തന്നെ അഖീദത്തുൽ വാസിയോ അഖീദത്തുൽ തഹാവി ആവുമ്പോൾ അസ്മാഉ സിഫാത്തിലെ തൗഹീദും നമുക്ക് എന്താവും, ഉറക്കാൻ ഉപകരിക്കും. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം, തൗഹീദിനെ അറിയണം. അത് ഇരു ലോകത്തും രക്ഷയ്ക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാഉ സുന്നത്തി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലും പരലോകത്തും വിജയിക്കണമെങ്കിൽ രണ്ടാമത് നമുക്കുണ്ടാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഉ ചെയ്യലാണ്, മുറുകെ പിടിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഏറ്റവും നല്ല രീതിയിൽ മുറുകെ പിടിക്കുക. ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായിട്ടുള്ള ഇമാം മാലിക് പറഞ്ഞൊരു വാക്ക് കാണാം, മൻ അറാദ നജാത, ആരാണോ രക്ഷ ഉദ്ദേശിക്കുന്നത്, രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നത്, ഫഅലൈഹി ബികിതാബില്ലാഹി വസുന്നതി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അല്ലാഹുവിന്റെ കിതാബിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കട്ടെ. മറ്റൊരു ഖൗലിൽ ഇമാം മാലിക് പറഞ്ഞത് കാണാം, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ്. അഥവാ ലോകത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞ സമയത്ത് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം എന്തുണ്ടായിരുന്നുള്ളൂ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലാണ്. അതുപോലെയാണ് സുന്നത്ത്. മൻ റകിബഹാ നജാ, ആരാണോ അതിൽ കയറിയത് അവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, അതിൽ നിന്ന് ആരാണോ വിട്ടു നിൽക്കുന്നത് അവൻ മുങ്ങിപ്പോവുകയും ചെയ്യും. സുന്നത്ത് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീനിനെ കുറിച്ച് ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എങ്ങനെയായിരിക്കണം നമ്മൾ എന്ന് പഠിപ്പിച്ചിട്ടുള്ളൊരു ദീനാണ്.
അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ദീനാണ് നമ്മുടെ ദീനിന്റെ വൈജ്ഞാനിക തലം നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് ഇതില്ലാത്ത പല ഇസ്ലാമിലേക്ക് റിവേർട്ടായി വന്നിട്ടുള്ള പല ആളുകളും ഇസ്ലാമിന്റെ ഈ വൈജ്ഞാനിക തലം അല്ലെങ്കിൽ ഇത്രത്തോളം അദബുകളും സുന്നത്തുകളും കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ ആലോചിച്ച് രാവിലെ എഴുന്നേറ്റ് മുതൽ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം, വേഷം എങ്ങനെയായിരിക്കണം, സംസാരം എങ്ങനെയായിരിക്കും, പെരുമാറ്റം എങ്ങനെയായിരിക്കണം, നടക്കുന്നത് എങ്ങനെയായിരിക്കണം, അഹങ്കാരത്തോടും പെരുമയോടുകൂടി നടക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്കുണ്ട്. കാരണം നമുക്ക് അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ അതിനൊരേ ഒരു വഴി എന്തേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സുന്നത്ത് മുറുകെ പിടിക്കല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ട് സുന്നത്തുകളെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ആരാണോ പരലോകം ഭയപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്നത്, അവർക്കതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല പറയാൻ. ഏത് മേഖലയാണെങ്കിലും ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ സ്വീകരിക്കുന്നില്ല, അത് നമ്മൾ എതിരായി നിൽക്കുകയാണെങ്കിലോ അല്ലാഹു തആല സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്തിൽ പറയാണ് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോട് എതിരായിട്ട് ആരാണ് നിൽക്കുന്നത്, അവർ ഭയപ്പെടട്ടെ, അവർക്ക് വലിയൊരു ഫിത്ന ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ ബാധിക്കുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം, ഞാൻ ഒരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് മാറിപ്പോകാറില്ല, കാരണം എനിക്ക് പേടിയാണ് ഞാൻ പഴച്ചു പോകുമോ എന്ന്. ഞാനെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാതയിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ ദീനിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിക്കാറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലെ ഹദീസുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ മുസ്നദിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അമലാക്കിയിട്ടുണ്ട്. ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അമലാക്കിയിട്ടുണ്ട്. ഹിജാമ ചെയ്ത ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 ദിനാർ കൊടുത്തത് അതും കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യം ഒട്ടകത്തിന്റെ മേലെ തവാഫ് ചെയ്യലായിരുന്നു. അന്ന് ഭരണാധികാരിക്ക് കഅബയിൽ ഒട്ടകത്തിന്റെ മേലെ തവാഫ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന നിലക്ക് പറഞ്ഞ റിവായത്തുകൾ കാണാം. അപ്പൊ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണം. അതിൽ മാത്രമാണ് വിജയമുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എങ്ങനെയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി പറയുന്ന ചില വാക്കുകൾ പറയാം. അന്നബി ഹസബി മുതാബഅത്തിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ എത്രത്തോളമാണോ ഇത്തിബാഅ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തകൂനുൽ ഇസ്സത്തു വൽ കിഫായത്തു വൻ നുസ്റ, അവന് ഇസ്സത്ത് ഉണ്ടാകും, അല്ലാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകും. കമാ അന്ന ബിഹസബി മുതാബഅത്തി തകൂനുൽ ഹിദായത്തു വൽ ഫലാഹ് വൻ നജാത്ത്, ഏതുപോലെ എത്രത്തോളമാണോ ഇത്തിബാഅ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരാൾക്ക് വിജയമുണ്ടാകുന്നത് പോലെ, ഹിദായത്ത് ലഭിക്കുന്നത് പോലെ, രക്ഷ ലഭിക്കുന്നത് പോലെ അവന് ഇസ്സത്തും ഉണ്ടാകും. അല്ലഖ സആദത്തദ് ദാറൈനി ബിമുതാബഅതിഹി, അല്ലാഹു തആല ഇരുലോകത്തെയും സൗഭാഗ്യം വെച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. വജഅല ശഖാവത്തദ് ദാറൈനി ഫീ മുഖാലഫതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർത്ത് നിൽക്കലാണ് ഇരുലോകത്തും നഷ്ടത്തിന്റെ ഭാഗം. ഫരി അത്ബാഇഹി അൽ ഹുദാ വൽ അംൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർക്ക് നേർമാർഗവും നിർഭയത്വവുമുണ്ട്. വൽ ഫലാഹു വൽ ഇസ്സ, വിജയവും പ്രതാപവുമുണ്ട്. വൽ കിഫായത്ത് വൻ നുസ്റ, അല്ലാഹു അവർക്ക് മതിയായവതായിരിക്കും, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വൽ വലായത്ത് വത്തഈദ്, അല്ലാഹുവിന്റെ പ്രത്യേകം വലായത്ത് ലഭിക്കും, പിന്താങ്ങ് ലഭിക്കും. വതീബുൽ ഐശ് ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതം, പരലോകത്തും ഏറ്റവും നല്ല ജീവിതം. വലി മുഖാലിഫീഹി അദ്ദില്ലത്തു വസ്സിഗാർ, റസൂലുള്ളാഹിക്ക് എതിരെന്നാലോ അവർക്ക് നിന്ദ്യതയാണ്. വൽ ഖൗഫ് വദ്ദലാൽ, ഭയവും വഴികേടുമാണ്. വൽ ഖിദ്ലാനു വശ്ശഖാഉ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും നഷ്ടം മാത്രമാണ് ഉണ്ടാവുക. സുന്നത്തിനെ മുറുകെ പിടിക്കണം. അതിന് ചില ഹദീസിന്റെ കിതാബുകൾ നമ്മൾ കേൾക്കണം. അതിൽ ഏറ്റവും ഉപകാരപ്രദമായതാണ് റിയാദുസ് സാലിഹീൻ. അത് വായിക്കാൻ, അത് എല്ലാ ഭാഷയിലും ട്രാൻസ്ലേഷൻ ഉള്ള ഒരു കിതാബാണ്. ഹദീസുകൾ വായിക്കാൻ എളുപ്പത്തിലുള്ള ഹദീസുകളാണ്. ബുദ്ധിമുട്ടുള്ള ഹദീസുകൾ അതിന്റെ വിശദീകരണങ്ങൾ കേൾക്കാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അതിന്റെ നല്ല ട്രാൻസ്ലേഷൻസ് ലഭ്യമാണ്. അതിന്റെ ദർസുകൾ പലരും എടുത്തതുണ്ട്, നമ്മുടെ ഉസ്താദുമാർ എടുത്ത ദർസുകളുണ്ട്. ആ റിയാദുസ് സാലിഹീൻ നമുക്ക് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, ഹദീസുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്.
ഹദീസുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് പല സലഫുകളും ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി 6 മാസത്തോളം മരുഭൂമിയിലൂടെ ബുദ്ധിമുട്ടി പോയിട്ടുള്ളത്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അവർ രക്തം മൂത്രിച്ചു പോയത് കാണാം ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി പോയിട്ട്. ചില ആളുകൾ യാത്രയിൽ 2 തവണയോളം ചില ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി പോയിട്ട് റാവിമാർ പോയിട്ട് കുടിക്കാൻ ഒന്നുമില്ലാതെ സ്വന്തം മൂത്രം കുടിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം നിർബന്ധ സാഹചര്യത്തിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മരിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ഹദീസ് തേടി പോയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ഹദീസുകൾ പഠിക്കാൻ, ഹദീസുകൾ സ്വഹീഹാണോ വഈഫാണോ എന്ന് മനസ്സിലാക്കാൻ, അതിന്റെ സനദ് നോക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ എത്രയോ സൗകര്യം നമുക്കുണ്ട്. അപ്പോ ആ ഹദീസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായിട്ടുള്ള ബിദ്അത്തുകളെ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തൊരു കാര്യം ദീനായി നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. അത് എത്ര നല്ലതായിട്ട് ആളുകളുടെ മുമ്പിൽ തോന്നിയാലും ആളുകൾ പറഞ്ഞാലും ഒറ്റ ഹദീസ് മതി അതിന്. എന്താണ്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ ആരെങ്കിലും ചെയ്താൽ അതിനെ തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. വകുല്ലു ബിദ്അത്തിൻ ളലാല, പുതുതായി ഉണ്ടാക്കിയതെല്ലാം ബിദ്അത്താണ്, ആ ബിദ്അത്തുകൾ വഴികേടാണ്. ചില റിവായത്തിൽ അത് നരകത്തിലേക്കുള്ള മാർഗമാണ് എന്നും കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദീന് മനസ്സിലാക്കിയ സ്വഹാബികളുടെയും പാത മുറുകെ പിടിക്കലാണ് രക്ഷയ്ക്കുള്ള രണ്ടാമത്തെ കാര്യം. നമുക്ക് ഈ ഒരു ഹദീസ് ഇന്ന ബനി ഇസ്രാഈല തഫറഖത് അലാ 72 മില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബനു ഇസ്രായേലുകൾ 72 വിഭാഗമായിട്ട് ഭിന്നിച്ചിട്ടുണ്ട്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, അവരെല്ലാവരും നരകത്തേക്കുള്ള പാതയിലാണ് ഒരു കൂട്ടർ ഒഴികെ എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ ഒഴികെ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചത് ആ 73 ബാക്കിയുള്ള 72 പേര് ആരാന്നല്ല ചോദിച്ചത്. എന്താ ആ വിജയിച്ച ആളുകൾ ചോദിച്ചു. അതാണ് വിജയിച്ച ആരാണ് രക്ഷപ്പെട്ടത് ചോദിച്ചു. അവന് വിശ്വാസം പറഞ്ഞ വാക്കെന്താ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികൾ ഏതിലാണോ അത്. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, സ്വഹാബികൾ കർമ്മം ചെയ്തതുപോലെ കർമ്മം ചെയ്യുക, അവരുടെ സ്വഭാവവും പെരുമാറ്റവും എന്താണെന്ന് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുക. ഇതാണ് 2 കാര്യങ്ങൾ. 1 തൗഹീദ്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുക. ഈ 2 ശരിയായാൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ ശരിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. ഇനി വേറെ ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും നജാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. 3ാമത്തെ കാര്യം ഖശിയത്തുല്ലാഹി വ തഖ്വാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനെ സൂക്ഷിക്കലും തഖ്വയുണ്ടാവലും. അതിനുള്ള തെളിവാണ് സൂറത്തു നൂറിലെ 52ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, നേരത്തെ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ. വയഖ്ശല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, വയത്തഖിഹ്, അവനെ സൂക്ഷിക്കുന്നത്, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയിച്ചവർ. ഫൗസ് എന്ന് പറഞ്ഞാൽ വിജയം, നജാത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പദമാണ്. വിജയം എന്നുള്ള അർത്ഥത്തിൽ 3 പദങ്ങൾ ദീനിൽ ഉപയോഗിക്കാറുണ്ട്. 1 നജാത്ത്, 2 ഫലാഹ്, 3 ഫൗസ്. 3 വിജയം, രക്ഷ എന്നുള്ള അർത്ഥമാണ്. ഒന്നുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ നജാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ വിജയം, ഫലാഹ് എന്ന് പറഞ്ഞാൽ ഇരുലോകത്തെയും വിജയം, ഫൗസ് എന്ന് പറഞ്ഞാൽ പരലോകത്തെ സ്വർഗം ലഭിക്കുന്ന വിജയം. ഒരുമിച്ച് പറയുമ്പോൾ അർത്ഥം മാറി വരുന്ന വാക്കുകളാണ്. അപ്പൊ ഇതിൽ അള്ളാഹുവിന്റെ അനുസരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണവും പിൻപറ്റലും പറഞ്ഞു. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഖശിയത്തുല്ലാഹ് വ തഖ്വാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുക, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നുള്ളത്. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഖൽബിൽ വിറകൊള്ളും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകും. സൂറത്തുൽ മുഅ്മിനൂനിലെ 57ാമത്തെ ആയത്തിൽ കാണാം മിൻ ഖശിയതി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ അവർ വളരെയധികം ഭയം കൊള്ളുന്നവരാണ് അവർ എന്ന് മുഅ്മിനീങ്ങളെ പറ്റി പറയാണ്. എങ്ങനെയാണ്, എന്താണ് ഖശിയത്തും ഖൗഫും തമ്മിലുള്ള വ്യത്യാസം? ഖശിയത്ത്, ഖൗഫ്
റഹ്ബത്ത്, ഇതെല്ലാം ഭയത്തിന് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. എന്നാൽ ഇതിന്റെ ഓരോ അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇബാദത്താണ്, ഖൽബിന്റെ ഇബാദത്തുകളാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയം എന്നുള്ള അർത്ഥം. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഇൽമോടുകൂടി ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയാം. ഒരു ആളെ കുറിച്ച്, ഒരു കാര്യത്തെ കുറിച്ച് അറിവുണ്ടായിട്ട് ഭയപ്പെടുന്നതിനാണ് ഖശിയത്ത് എന്ന് പറയാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അടിമകളിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണെന്ന് പറഞ്ഞു. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവരാണവർ. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, വിശേഷണങ്ങളെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. റഹ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമല് ചെയ്തുകൊണ്ട്, ഒരു കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനാണ് റഹ്ബത്ത് എന്ന് പറയാം. മൂന്നും ഭയം എന്നാണ്, മൂന്നിന്റെ വ്യത്യാസം ഇതാണ്. ഖൗഫ് പൊതുവായിട്ടുള്ള ഭയം, ഖശിയത്ത് ഖൗഫ് പ്ലസ് ഇൽമ്, റഹ്ബത്ത് ഖൗഫ് പ്ലസ് അമല്. ഇതിനാണ് എന്ത് പറയുന്നത്, ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോടുകൂടി ഉണ്ടാകുന്ന ഭയം. ശരിക്കും നമ്മൾ അള്ളാഹുവിന്റെ അസ്മാവുകൾ പഠിക്കണം, അസ്മാഉൽ ഹുസ്ന പഠിക്കണം. അസ്മാഉൽ ഹുസ്നയുടെ ദർസുകൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കിതാബ്, അസ്മാഉൽ ഹുസ്നയിൽ ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു കിതാബ് ഫിഖ് അസ്മാഉൽ ഹുസ്ന, ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് എന്ന മദീനത്ത് ജീവിക്കുന്ന, മദീനയിലെ മുദരിസ് ആയിട്ടുള്ള അദ്ദേഹം ക്രോഡീകരിച്ച ഒരു കിതാബാണ് ഫിഖുൽ അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. വളരെ മനോഹരമായി, വളരെ ചിട്ടയോടുകൂടി ക്രോഡീകരിച്ചിട്ടുള്ള അസ്മാഉൽ ഹുസ്നയുടെ ഒരു കിതാബാണ്. 2 or 3 തവണ ഞാനത് ദർസ് എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെയധികം അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കിതാബാണ്. അപ്പൊ അങ്ങനെ ഒരു അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് അറിയണം. ഓരോ നാമങ്ങളുടെയും ആശയം എന്താണ്? ഇപ്പൊ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? ലത്തീഫ് എന്ന് പറയുമ്പോൾ, ഖബീർ എന്ന് പറയുമ്പോൾ, അൽ ത്വയ്യിബ് എന്ന് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഓരോ നാമങ്ങൾ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ മാത്രം നമുക്ക് അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. നമുക്കപ്പോ അള്ളാഹിനെ അറിയണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഴി വേണ്ടേ? അള്ളാഹുവിനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന അറിയലാണ്. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ഒരാൾ അള്ളാഹുവിനെ അവന്റെ നാമങ്ങൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും അള്ളാഹിനെ ഇഷ്ടപ്പെടും. അള്ളാഹിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കൂല. അള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഏറ്റവും കാമ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അത് നമുക്ക് ഖശിയത്ത് ഉണ്ടാക്കും. ആ ഖശിയത്താണ് പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യം. രണ്ടാമത്തെ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞത് തഖ്വയാണ്. ഈ ആയത്തിൽ നമ്മൾ ഓതിയ ആയത്തിൽ തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുക, അൽ അമലു ബിതാഅത്തില്ലാ, അള്ളാഹു പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ച്, പ്രതിഫലം പ്രതീക്ഷിച്ച്, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റു പല സഹാബികളിൽ നിന്നും വന്നൊരു താരീഫ് കാണാം തഖ്വയെ മനസ്സിലാക്കി തരുന്നത്. അത് പറയുന്നുണ്ട്, നമ്മൾ കല്ലും മുള്ളുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾ പോകുന്ന ആലോചിക്കുക. ചുറ്റും മുള്ളുള്ള ചെടികളുണ്ട്, കല്ലൊക്കെ ഉള്ള വഴിയിലൂടെ നിങ്ങൾ ചെരുപ്പിടാതെ നടന്നു പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ നടക്കുക? വസ്ത്രമൊക്കെ കൂട്ടിപ്പിടിച്ച് മുള്ളിൽ തട്ടരുത് എന്ന നിലക്ക് ഓരോ കാലടി വെക്കുന്നതും ശ്രദ്ധയോടുകൂടി വെക്കണം. അങ്ങനെ ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ഓരോ പ്രവർത്തനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ എന്നിൽ വരുന്നില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന ഉറപ്പോടുകൂടി, ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് കഴിഞ്ഞ സിറാത്തിന്റെ മേലെയുള്ള പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തു നംലിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅൻജൈനല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, തഖ്വയുള്ള ഈമാനുള്ള ആളുകളെ നാം രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ആ ഒരു തഖ്വ നമുക്കുണ്ടോ, നമുക്ക് നാളെ സ്വർഗം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇദാ സ്വല്ലൈതുൽ മക്തൂബത വഹറംതുൽ ഹറാമ വഹലൽതുൽ ഹലാൽ, ഞാൻ നിർബന്ധ നിസ്കാരം നിർവഹിക്കുകയാണ്, ബാക്കി നിർബന്ധമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയാണ്, ഹലാലിനെ ഹലാലായി കാണുന്നതാണ്, ഹറാമിനെ ഹറാമായി കാണുകയാണ്, അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കുകയാണ്, അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവോ? അദ്ദേഹം പറഞ്ഞു, നഅം, പ്രവേശിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് ഹലാലും ഹറാമും നോക്കുക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ.
നമ്മുടെ വരുമാനം അത് ഹലാലാണോ ഹറാമാണോ, അതിൽ ഹറാമിന്റെ ഒരു അംശമില്ല എന്ന് ഉറപ്പിക്കുക. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അവരുടെ വേഷം അത് അള്ളാഹു തആല ദീന് പറഞ്ഞതുപോലെയാണോ, അതല്ലെങ്കിൽ സ്വഭാവം, ഇപ്പൊ ഭാര്യ ഭർത്താവിനോടാവട്ടെ, ഭർത്താവ് ഭാര്യയോടാവട്ടെ, മക്കൾ മാതാപിതാക്കളോടാവട്ടെ, മാതാപിതാക്കൾ മക്കളോടാവട്ടെ, സ്വഭാവം, പെരുമാറ്റം അതെല്ലാം ഈ നിലക്ക് ദീന് പഠിപ്പിച്ചതുപോലെയാണോ, എന്നാൽ ആ തഖ്വയിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. ഈ തഖ്വ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, എന്താണ് തഖ്വ എന്ന് അറിയണം. അതായത് ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം, ഇത് ഹറാമോ ഹലാലാണോ എന്ന് അറിയണം. എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, തഖ്വ ഉണ്ടാവുകയുള്ളൂ. അതാണ് പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് തഖ്വ ഉണ്ടാകേണ്ടത് എന്ന് ദീനി ഇൽമു കൊണ്ട് നമ്മൾ പഠിക്കണം. സൽഫുകളിൽപ്പെട്ട ബക്കർ ബിൻ ഖുനൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, കൈഫ യകൂനു മുത്തഖിയൻ മൻ ലാ യദ്രി മാ യത്തഖി. എങ്ങനെയാണ് ഒരാൾ തഖ്വയുള്ളവനാവുക, അവൻ അറിയില്ല ഞാൻ എന്താ സൂക്ഷിക്കേണ്ടതെന്ന് അവൻ അറിയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ എങ്ങനെയാണ് തഖ്വയുള്ളവനാവുക? അപ്പൊ എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരാൾക്ക് തഖ്വയുള്ളവനാകാൻ പറ്റൂല. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകളിൽ വരികയും ഇൽമു പഠിക്കുകയും അതൊരിക്കലും നമ്മൾ മെയിൻ ഒരു പ്രയോറിറ്റി, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഇൽമിന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കാതെ, അത് ഞാൻ വളരെ കുറവ് പറഞ്ഞതാണ്, ദിവസത്തിലല്ലാതെ ഓരോരുത്തരുടെ സമയത്ത് നമുക്കൊന്ന് ധാരാളം സൗകര്യങ്ങളുണ്ട്, വായിച്ചുകൊണ്ടോ കേട്ടുകൊണ്ടോ ഇൽമിന്റെ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ടില്ലാതെ നമ്മളൊരു ദിവസം കടന്നു പോകരുത്. എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നിടാൻ സാധിക്കുകയുള്ളൂ. 4ാമത്തെ കാര്യം, നജാത്ത് നൽകുന്ന, പരലോകത്ത് രക്ഷപ്പെടാൻ, ദുനിയാവിലും പരലോകത്ത് രക്ഷപ്പെടാൻ ഉണ്ടാവേണ്ട 4ാമത്തെ കാര്യം ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നാവിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്, നമ്മുടെ സംസാരം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരിക്കൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, റസൂലെ എങ്ങനെയാണ് രക്ഷപ്പെടുക? ദുനിയാവിൽ ധാരാളം ഫിത്നകളുണ്ട്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക, നജാത്ത് എങ്ങനെയാണ് ഉണ്ടാവുക ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മൂന്നും ഓരോന്നായിട്ട് പറയാം. അംലിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ അധികാരപ്പെടുത്തുക, അഥവാ നീ നാവിനെ കൺട്രോൾ ചെയ്യുക. വൽയസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമാവുക. വബ്കി അലാ ഖതീഅതിക്, നിന്റെ പാപത്തിന്റെ മേലെ നീ കരയുക. അതിൽ ഓരോന്നും നമുക്ക് പറയാം. 4ാമത്തേതായിട്ട് ഇതിൽ ആദ്യം പറഞ്ഞത് അംലിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്ത അമലിനെ എല്ലാം തകർക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവ് എന്നുള്ളത്. നമ്മൾ ചെയ്ത അമലുകൾ ഉഹദ് മലയോളം വലുതാണെങ്കിലും അതിനൊക്കെ തകർക്കാൻ ഒരു വാക്ക് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു തആല ഈമാനുള്ളവരുടെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ നല്ലത് സംസാരിക്കുക എന്നുള്ളതാണ്. ഹദീസ് നോക്കൂ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, അല്ലാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്ന നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മറ്റൊരു ഹദീസ് വളരെ ഭയപ്പെടുത്തുന്ന, ചിന്തിക്കുന്നവർക്ക് അല്ലാഹു രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ഒരടിമ ഒരു വാക്ക് പറയും, മാ യതബയ്യനു ഫീഹാ, അവൻ ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവൻ നരകത്തിൽ വീഴുന്നത്, ഫീഹാ യസില്ലു ബിഹാ ഫിന്നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, ആ പറഞ്ഞ വാക്ക് മാ യതബയ്യനു ഫീഹാ, അവൻ അതൊരു ഗൗരവം കൊടുത്തിട്ടല്ല, അവൻ അത് അത്ര ഗൗരവമുള്ള വാക്കാണെന്നോ സീരിയസ് ആയി എടുത്തിട്ടേ ഇല്ല. പക്ഷെ ആ വാക്ക് കാരണത്താൽ കിഴക്കും പടിഞ്ഞാറുമുള്ള വ്യത്യാസം പോലെ അവൻ നരകത്തിൽ പോയിട്ട് അത്ര ആഴത്തിൽ ചെന്ന് വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, നമ്മൾ വലിയ പരിഗണന കൊടുക്കാതെ ഒരു വാക്ക് കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണത്. നാവ് എന്നുള്ളത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അഅ്വാഅ കുല്ലഹാ തുകഫിറു ലിസാൻ, എല്ലാ ദിവസവും രാവിലെ ആവുമ്പോ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ നാവിനോട് പറയും, ഫതഖൂൽ ഇത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, നാവിനോട് പറയാ, ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക്, ഞങ്ങളുടെ കാര്യം നിന്റെ കാര്യം വെച്ചിട്ടാണ് ഉണ്ടാവുക, ഫനിസ്തഖംത ഇസ്തഖംനാ, നീ നേരെയാണെങ്കിൽ ഞങ്ങൾ നേരെയായിരിക്കും, വനിഅവജജ്ത ഇഅവജജ്നാ, നീ പഴച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളും അതുപോലെ ആയിരിക്കും എന്ന് നാവിനോട് മറ്റുള്ള ആളുകൾ പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ സ്വമത നജാ, ആരാണോ നിശബ്ദത പാലിക്കുന്നത് അഥവാ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുന്നത് അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു എന്നുള്ളത്. അപ്പൊ നാവ് എന്നുള്ളത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മളിങ്ങനെ അത് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാവുമായി ബന്ധപ്പെട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇപ്പൊ ഒരു ഭർത്താവ്
ചിന്തിക്കണം, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്റെ മക്കളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ മറ്റുള്ളവരെങ്ങനെ കളിയാക്കും, പക്ഷെ അവനത് കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ കളിയാക്കപ്പെട്ടവന് വളരെയധികം വിഷമായിരിക്കും കൊണ്ട് ഉണ്ടാവുക. നമുക്ക് നിസ്സാരമായി കണ്ടതായിരിക്കും, പക്ഷെ അതുകൊണ്ട് അവൻ വിഷമിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജോലിക്കാർ, നമ്മുടെ കീഴിൽ ജോലിക്കാരുണ്ട് എങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനോടും ഉപ്പാനോടും പറയുന്ന വാക്ക്, അങ്ങനെ പല കാര്യങ്ങളിൽ നാവ് എന്നുള്ളത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് തന്നെ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ ഹദീസിൽ രണ്ടാമത് പറഞ്ഞത് വൽ യസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ എന്നുള്ളതാണ്. ഈ ഹദീസ് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹുവിനോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഫിത്നകളുമായി ബന്ധപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്. ഫിത്ന അധികരിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളിടത്താണ് ഒന്നാമത്തേത് മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്, അഥവാ നാവിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് വീട് നിനക്ക് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താണ്? ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതെ വീട്ടിലിരുന്നാൽ മതി എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇത് ഇന്ന് കാലത്ത് ഒന്നുകൂടി ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നേരിടുന്ന ഫിത്ന രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ശുബ്ഹാത്തുകൾ, അവന്റെ ഈമാനിൽ അറിവിൽ സംശയമുണ്ടാക്കുന്ന, വിശ്വാസത്തിൽ സംശയമുണ്ടാക്കുന്ന സംശയങ്ങൾ. രണ്ട് ഷഹവാത്തുകൾ, അവന്റെ കർമ്മങ്ങളിൽ അവന്റെ അവയവങ്ങളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ദേഹേച്ഛകൾ. ഈ രണ്ടെണ്ണമാണ് മനുഷ്യന് ഫിത്നത്തു ദുനിയാവിൽ നേരിടുന്ന രണ്ട് ഫിത്നകൾ. ഈ രണ്ട് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനാണ് വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നാലും നമ്മളിലേക്ക് ഫിത്നകൾ കടന്നു വരുന്ന നമ്മുടെ മൊബൈൽ പോലെ സോഷ്യൽ മീഡിയ പോലെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൂടെ ചില ആളുകൾ നഊദു ബില്ലാഹ് അവർക്ക് അവരെന്താണ് കേൾക്കുന്നത് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ല. മുൽഹിദീങ്ങളുടെ, നിരീശ്വരവാദികളുടെ സംസാരം കേൾക്കും, ദീനിൽ പിഴച്ച വാദങ്ങൾ പറയുന്ന ആളുകളുടെ സംസാരം കേൾക്കും. എന്താണ് കേൾക്കുന്നത് എന്ന് തന്നെ അവർ പരിശോധിക്കില്ല. ആരിൽ നിന്നാണ് ദീന് കേൾക്കേണ്ടത് എന്നില്ല. ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും സഹാബികൾ മനസ്സിലാക്കിയതുപോലെയും പറയുന്ന ആളുകളല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. എങ്ങനെ അത് എത്തിക്കുക? ദീനിൽ സംശയങ്ങൾ ഉണ്ടാക്കും, ദീനിന്റെ ഹക്കെന്ന് പഠിച്ചു പോകും. ഇന്ന് മറ്റു ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള ഹറാമുകൾ അവർ കണ്ടുകൊണ്ടേയിരിക്കും. അവരുടെ ഫോണിലാവട്ടെ ഇതിലാവട്ടെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. അവർക്ക് ഹറാമായിട്ടുള്ള കാഴ്ചകൾ അവർ കണ്ടുകൊണ്ടേയിരിക്കും. അത് അവരുടെ ശഹ്വത്തിനെ വർദ്ധിപ്പിച്ച് അവർ പഴച്ച് മറ്റു പാപങ്ങളിലേക്ക് എത്തിക്കും. ഇതുപോലുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഏത് മേഖലയിലുള്ള ഫിത്ന ആവട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? നീ വീട്ടിലിരിക്കുക. കാരണം അന്ന് കാലത്ത് എന്താണ്, പുറത്തിറങ്ങുമ്പോഴാണ് ആളുകളുടെ സംസാരങ്ങൾ കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ കാഴ്ചകൾ കാണേണ്ടി വരിക. അതിനാണ് വീട്ടിലിരിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ ഫിത്നകളിലേക്ക് പെടുന്ന ഒന്നിലേക്കും പോകാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതില്ല. നമുക്ക് ഖുർആനും ഹദീസും സഹാബികളുടെ ഫഹമും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ചില ആളുകൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. നിരീശ്വരവാദികളുടെ പ്രസംഗങ്ങൾ, സംസാരങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അത് അവസാനം അവന് ദീനിൽ ഉറച്ചിക്കാൻ പറ്റൂല. അവന്റെ ഖൽബിൽ എപ്പോഴും സംശയമായിരിക്കും. അല്ലെങ്കിൽ ഹറാമുകൾ കാണുന്നത് ചെറുതായി കണ്ടിട്ട് അവസാനം വലിയ ഏതെങ്കിലും പാപത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഫിത്നകളിൽ നിന്ന് ഓടി മാറി അകന്നു നിൽക്കണം. അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹിനോട് രക്ഷ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഒരിക്കൽ സഹാബികളോട് പറയാണ്, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. ഫിത്നയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുക. പ്രകടമായതാകട്ടെ രഹസ്യമായതാവട്ടെ, ഫിത്നയിൽ നിന്ന് രക്ഷ തേടുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിത്ന. ഫിത്നയിൽ നിന്ന് ആരാണോ അകന്നു നിൽക്കുന്നത് അവനാണ് സൗഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം അതാണ്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. അതാ ഫിത്നയുടെ തുടർച്ചയായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ആറാമതായി പറഞ്ഞു എന്ന് മാത്രം. കാരണം ദുആ എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് ദുആ എന്നുള്ളത്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് നമ്മെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെങ്കിൽ, ദീനിൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഏത് കാര്യത്തിന് ആർക്ക് സാധിക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. അള്ളാഹുവിനോടുള്ള ദുആ ഇല്ലാതെ നമുക്കൊരു പടി പോലും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂല. ദീനിൽ ഉറച്ചു നിൽക്കണോ? ശക്തമായി അള്ളാഹുവിന് ദുആ ചെയ്യണം. നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ, ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. സഹാബികൾ ചോദിച്ചു, റസൂലെ, നിങ്ങൾ കൊണ്ടുവന്നതിൽ വിശ്വസിച്ച്, നിങ്ങളിലും വിശ്വസിച്ച് നമ്മളൊക്കെ
സഹാബികൾ ചോദിച്ച ചോദ്യമാണ്. നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ വിശ്വസിച്ചു, സഹാബികളുടെ മൻഹജ് പിൻപറ്റുന്നുണ്ട്, ഒക്കെ കാര്യങ്ങളുണ്ട്, ഒക്കെ പറഞ്ഞ സഹാബികൾ ചോദിക്കുകയാണ്, അൻസർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നിട്ടും ഞങ്ങൾ തെറ്റിപ്പോകുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് ഭയപ്പെടുന്നത്. വിശ്വാസം പറഞ്ഞ എന്താ, കൽബുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിക്കളയും. നിലനിർത്താൻ ഉദ്ദേശിച്ചാൽ ഉറപ്പിച്ചു നിർത്തും, തെറ്റിക്കാനാണെങ്കിൽ അതങ്ങനെ. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണം. ജീവിതത്തിൽ നല്ലോണം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നോക്കൂ, അല്ലാഹു തആല മനുഷ്യന്റെ മേലെ നിർബന്ധമായി പ്രാർത്ഥിക്കാൻ ഒറ്റ ദുആ ആക്കിയിട്ടുള്ളൂ. നമ്മളോട് നിർബന്ധമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒറ്റ ദുആ ഉള്ളൂ. ഏതാണ് ആ ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിർബന്ധമായി തരണം, നിർബന്ധമായി തരണം, അതിലൊരു സംശയമില്ല. കാരണം എന്താണ്? അത്രയും മനുഷ്യൻ ആ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യക്കാരാണ്. ധാരാളം ആയത്തുകൾ അല്ലാഹു തആല ദുആ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആയത്തുകൾ. ഒരായത്ത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇനി ഈ രക്ഷ തേടിക്കൊണ്ട്, രക്ഷപ്പെടാനാണല്ലോ, നജാത്തിന്റെ മാർഗമാണല്ലോ, നബിമാരുടെ പ്രാർത്ഥനകളിലൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ചില നബിമാരുടെ പ്രാർത്ഥന കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്ജിനി വമഅയ മിനൽ മുഅ്മിനീൻ. എന്റെയും ഈ മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും ഇടയിൽ ഒരു തുറവി ഉണ്ടാക്കി എന്നെ രക്ഷപ്പെടുത്തണേ. അല്ലാഹു തആല മറുപടി കൊടുത്തു, ഫഅൻജൈനാഹു വമൻ മഅഹു. നാം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും ഒപ്പമുള്ളവരെയും രക്ഷപ്പെടുത്തി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയിൽ കാണാം, റബ്ബി നജ്ജിനി വഅഹ്ലി മിമ്മാ യഅമലൂൻ. റബ്ബേ, എന്നെ നീ രക്ഷിക്കണമേ ഈ കൗമിൽ നിന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്നും. അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. നാം രക്ഷപ്പെടുത്തി. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ, മീനിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദുആ, അതിനെ പറ്റി അല്ലാഹു പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം. നാം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു പറയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയിനെ പറ്റിയിട്ടുകൊണ്ട് മറുപടിയായി അല്ലാഹു പറയാണ്, വനജ്ജൈനാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അദീം. മൂസാ നബിയെയും ഹാറൂൻ നബിയും നാം രക്ഷപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ ധാരാളം നബിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചിട്ടുള്ള, തേടിയിട്ടുള്ള കാര്യമാണ് രക്ഷ നൽകണമേ എന്നുള്ളത്. അപ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ രക്ഷ തേടുക എന്നുള്ളത്. ഏഴാമത്തെ കാരണം മുലാസമത്തു തൗബത്തി വൽ ഇസ്തിഗ്ഫാർ. തൗബയും ഇസ്തിഗ്ഫാറും ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളത്. തൗബയും ഇസ്തിഗ്ഫാറും അത് വിജയത്തിന്റെ അടിസ്ഥാനം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറിൽ കാണാം, അജിബ്തു ലിമൻ യഹ്ലികു വൻ നജാതു മഅഹു. സ്വന്തം അവന്റെ ഒപ്പം രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിട്ട് നശിക്കുന്നവനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് പറഞ്ഞു. രക്ഷപ്പെടാനുള്ള വഴി അവന്റെ കയ്യിലുണ്ട്, എന്നിട്ടും നശിക്കുന്നവനെ കുറിച്ച് ആലോചിച്ചാൻ അത്ഭുതപ്പെടുകയെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നടത്തലാണ്. ഇസ്തിഗ്ഫാറിന്റെ ഫضലുകൾ പറഞ്ഞു തുടങ്ങിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാതെ നമ്മൾ വിടൂല. അത്രയും നമുക്ക് റിസ്ക് വേണോ, സന്താനങ്ങളെ വേണോ, ഇജ്ജത്ത് വേണോ, മഴ വർഷിക്കണമോ, കച്ചവടത്തിൽ ലാഭം വേണോ, സമാധാനം വേണോ, പാപങ്ങൾ പുറത്തു കിട്ടണോ, സ്വർഗം ലഭിക്കണോ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇസ്തിഗ്ഫാർ പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. ഇനി എന്താണ് രക്ഷയുമായി ബന്ധപ്പെട്ട ഇസ്തിഗ്ഫാറിന്? നമ്മൾ നേരത്തെ പറഞ്ഞ ഉഖ്ബത്ത് ബിൻ ആമിറിന്റെ ഹദീസിൽ അവസാനം പറഞ്ഞു, വബ്കി അലാ ഖതീഅതിക്. നിന്റെ പാപങ്ങൾ ആലോചിച്ച് നീ കരയുക എന്നുള്ളത്. ധാരാളം പാപങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവനോട് വീട്ടേണ്ട ഹക്കിൽ ധാരാളം പാപങ്ങൾ നമ്മൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇവിടെ പാപങ്ങളെ ഓർത്ത് കരയുക എന്ന് പറഞ്ഞത് എന്താണ്? അതാണ് തൗബ. നദമാണ്, ഖേദമാണ് തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് തൗബയിലേക്കുള്ള കവാടമാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, ലക്ഷ്യം ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഒരു ഹദീസ് ചിന്തിച്ചു നോക്കൂ, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരാണോ നാളെ പരലോകത്ത് അവന്റെ ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നത്, അവന് സന്തോഷ വാർത്തയുണ്ട്, അല്ലെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. എട്ടാമത്തെ കാരണം ഇരുലോകത്തും രക്ഷപ്പെടാനുള്ളത് അൽ ഹദ്ർ മിനൽ ഉജ്ബി വൽ ഇഗ്തിറാർ. ഇതെല്ലാം ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വരുന്ന ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ് ഉജ്ബ് ഉണ്ടാവുക എന്നുള്ളത്, സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നുള്ളത്. അത് പാപങ്ങളെക്കാൾ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം ശിർക്കിന്റെ ഭാഗമാണ്.
ഞാൻ നല്ലൊരാളാണ്, ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ്, ഞാൻ രക്ഷപ്പെടുന്ന ഒരാളാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് സ്വന്തത്തിൽ തോന്നുക എന്നുള്ളത് നിഫാഖിന്റെ ഭാഗമാണ്, ശിർക്കിന്റെ ഭാഗമാണ്. അത് വലിയ അപകടമാണ്. ഇബ്നു അബി മുലൈക്ക താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു കാണാം, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുകയും, നമ്മൾ നിഫാഖിനെ തൊട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, എന്നിൽ നിഫാഖ് വന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെയുള്ള ആളുകളുണ്ട്. അവർ ഭയപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിഫാഖ് ഉള്ളവനാണോ. അവർ ഉജ്ബുള്ള ആളുകളായിരുന്നില്ല, ഞാൻ തികഞ്ഞ ആളുകളാണ് തോന്നിയിട്ടില്ല. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാണ്, റസൂൽ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, നിസ്കാരത്തിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത് അറിയോ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് ദുൽമു ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു നൽകണമേ, നീ എന്നോട് കാരുണ്യം ചൊരിയണമേ, നീ ഗഫൂർ റഹീമും ആണല്ലോ എന്നുള്ളതാ. അപ്പോ എപ്പോഴും സ്വന്തത്തിൽ ഇസ്തിഗ്ഫാറിലേക്കും തൗബയിലേക്കും ആവശ്യക്കാരനാകുന്ന ആളാവുക എന്നുള്ളത് നജാത്തിന്റെ ഭാഗമാണ്, രക്ഷപ്പെടാനുള്ള മാർഗമാണ്, ഉജ്ബ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. 9ാമത്തെ കാരണം തദക്കുറുൽ ഹിസാബി വൽ വുഖൂഫി ബൈന യദയില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം, ഒരു സമയം, അതിനെക്കുറിച്ച് ഏറ്റവും ചിന്തിക്കുക എന്നുള്ളത്. നാളെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ഓർമ്മ, അത് ആലോചിക്കുക എന്നുള്ളത് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. കാരണം പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളുടെ വിശേഷണം പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദുനിയാവിൽ വെച്ച് അവരത് ആലോചിക്കാറുണ്ടായിരുന്നു എന്ന്. സൂറത്തുൽ ഹാഖയിലെ 19-20 ആയത്തിൽ കാണാം, ഫമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. വലതു കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ പറയും, ഞങ്ങളുടെ കിതാബ് വായിച്ചു നോക്കിയോക്ക്, എനിക്ക് ഉറപ്പായിരുന്നു. ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ യഖീൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ വിചാരണ നേരിടേണ്ടി വരും, ഉറപ്പുള്ള ആളായിരുന്നു, എന്റെ കിതാബ് വായിച്ചു നോക്കിക്കോ എന്ന് വലതു കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ പറയും എന്ന് അല്ലാഹു തആല പറയാണ്. സ്വർഗാവകാശികൾ പരസ്പരമുള്ള സംസാരം സൂറത്തു തൂറിലെ 25 ആയത്തുകളിൽ കാണാം. വഖബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. അവർ പരസ്പരം പറയും, സ്വർഗത്തിൽ പരസ്പരം ആൾ കാണുമ്പോൾ, നമ്മൾ ദുനിയാവിൽ വെച്ച് ഇങ്ങനെ പേടിച്ചിരുന്ന ആളുകളാണല്ലോ, പരലോകത്തെ കുറിച്ച് ചിന്ത ഉണ്ടായിരുന്ന ആളുകളാണല്ലോ എന്ന് അവർ പറയുന്നതാണ്. സലഫുകളിൽപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പറയാം ഈ ഒരു വിഷയത്തിൽ. ഉദ്കുർ മാ അൻത സായിറുൻ ഇലൈഹി ഹഖ്ക ദിക്രിഹി വതഫക്കർ ഫീമാ മദാ മിൻ ഉംരിക്. നീ വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച്. നിന്റെ ജീവിതം കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. ഹൽ തസിഖു ബിഹി വതർജു അൻ നജാത മിൻ അദാബി റബ്ബിക്. നിന്റെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ള കാര്യങ്ങൾ നീ ഒരുക്കിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഫഇന്നക ഇദാ കുൻത കദാലിക് ശഅൽത ഖൽബക ബിൽഇഹ്തിമാമി ബിതരീഖി നജാതി അൻ തരീഖില്ലാഹിന ലാമിനീന അൽമുത്മഇന്നീൻ. നിനക്ക് അതിന് ആ ചിന്ത സീരിയസ് ആയിട്ട് നിനക്കുണ്ട് എങ്കിൽ നീ ഗൗരവത്തിൽ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചോ. അശ്രദ്ധയിലായിക്കൊണ്ട് നിർഭയരായിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടുന്ന ജീവിക്കുന്ന ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷയുടെ മാർഗം ഏതാണെന്ന് നീ ആലോചിച്ചു നോക്കിക്കോ. അവരുടെ ഇച്ഛകളെ അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവർ നാശത്തിലേക്കുള്ള വഴിയിലുമാണുള്ളത്. വരുന്ന വഴിക്ക് അവര് ഭാവിയിൽ അത് കണ്ടറിയുക തന്നെ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഇന്ന് ഈ സദസ്സ് എന്ന് പിരിയുമ്പോൾ നമ്മുടെ മരണം അടുത്ത നിമിഷത്തിലാന്ന് ആലോചിച്ചാൽ മതി. അത് മാത്രം മതി നമുക്ക്. അവിടെ നമ്മുടെ ഭാര്യയും മക്കളും പിന്നെ നമുക്കില്ല, വേറെ ആരുമില്ല. ആ ഒരു ചിന്തയിൽ നാളെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. 10ാമത്തെ കാര്യം അൽഅംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. നാളെ പരലോകത്ത്, ദുനിയാവിലും പരലോകത്ത് രക്ഷപ്പെടാൻ ഉണ്ടാകേണ്ട അടുത്ത കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അതൊരു മുസ്ലിമിന്റെ മേലെ ബാധ്യതയാണ്. പലർക്കും അറിയില്ല അത്. പലരുടെയും വിചാരം അത് എനിക്കത് ബാധകമല്ല എന്നാണ്.
ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നിസ്കാരവും നോമ്പും സക്കാത്തും ചെയ്യുന്നത് പോലെ അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഓരോരുത്തരുടെ കഴിവ് വ്യത്യാസം ഉണ്ടാവും. അറിവുള്ള ആളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. എന്നാൽ ഒരാൾക്ക് സ്വന്തം കുടുംബത്തിൽ അത് ബാധ്യതയായിട്ടുണ്ട്. അവന്റെ കീഴിലുള്ള ആളുകളോട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അവന്റെ കീഴിൽ ആരാണോ മക്കള്, ഭാര്യ, അങ്ങനെ ആരൊക്കെയാണോ അവനത് ചെയ്യണം. അതിന്റെ അപ്പുറത്തേക്ക് എന്താണോ അവന് സാധിക്കുന്നത്, ആ മേഖലയിൽ എങ്ങനെയാണോ സാധിക്കുന്നത് അവനത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ നിയമങ്ങളെ കൽപ്പിക്കുക, അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വിരോധിക്കുക. അള്ളാഹു തആല എത്ര ആയത്തുകൾ മുഅ്മിനീങ്ങളുടെ വിശേഷണമായിട്ട് അള്ളാഹു അത് എടുത്തു പറയുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അങ്ങനെ ധാരാളം ആയത്തുകൾ, എല്ലാം വായിക്കുന്നില്ല, ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചിട്ടില്ല എങ്കിൽ പൊതുവായിട്ട് ഇറങ്ങുന്ന ശിക്ഷ എല്ലാവരും ബാധിക്കും. അതായത് ഖാസായ അമലുകൾ ആമായ ശിക്ഷയെ തടയൂല. നമ്മൾ കുറെ രാത്രി സ്കരിച്ചു, കുറെ സുന്നത്തായ നോമ്പ് നോറ്റു വിചാരിക്കുക, ആമായി ഇറങ്ങുന്ന ഒരു ശിക്ഷയെ നമ്മുടെ ഖാസായ ഇബാദത്തിൽ നമ്മൾ അതിന് രക്ഷപ്പെടുത്തൂല. പറഞ്ഞൊരു ഹദീസ് പറയാണ്, ഇന്നന്നാസ ഇദാ റഅൗ അൽ മുൻകർ, ജനങ്ങൾ ഒരു തെറ്റ് കാണാണ്, ഫലം യുഗയ്യിറു, അതിനെ അവർ മാറ്റുന്നില്ല. കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ട്, നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട്, കൽബ് കൊണ്ടാണെങ്കിൽ കൽബ് കൊണ്ട്, അവർ ചെയ്യാൻ പറ്റണത് ചെയ്യുന്നില്ല. ഔശക അയ്യഉമ്മഹുമുല്ലാഹു ബിഇഖാബിഹി, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ മൊത്തത്തിൽ ബാധിക്കാനായിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ഇബാദത്ത് കൊണ്ട് ആമായ ഒരു ശിക്ഷയെ തടയാൻ സാധിക്കില്ല. ആമായ ശിക്ഷയെ തടയണമെങ്കിൽ എന്ത് വേണം? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഒരു ഉപമ പറഞ്ഞതറിയാം. അതിന് ഒരു ഹദീസിൽ കാണാം, അതൊരു കപ്പലിൽ പോണ രണ്ട് തട്ടുള്ള കപ്പലിൽ പോണ ആളുകളെ പോലെയാണ്. അതിൽ മേലെ ആളുകളുണ്ട്, താഴെ ആളുകളുണ്ട്. അപ്പൊ വെള്ളം സൂക്ഷിച്ചിട്ടുള്ളത് മേലത്തെ നിലയിലാണ്. അപ്പൊ താഴത്തെ ആളുകൾ വെള്ളം എടുക്കാൻ വേണ്ടി എന്ത് പോവും? മേലെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരണം. അപ്പൊ താഴത്തെ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് വെള്ളം എടുക്കാൻ ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് ഈ കപ്പലിൽ ഒരു ഓട്ടം ഉണ്ടാക്കിയിട്ട് കടലത്തെ വെള്ളം തന്നെ എടുക്കാന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫയത്റുകൂഹും, ആരും അവരെ എതിർക്കുന്നില്ല വിചാരിക്കുക. അവരങ്ങനെ എന്താ ചെയ്തോട്ടെ വെച്ചിട്ട് താഴത്തുള്ള ബാക്കിയുള്ള ആൾക്കാരും ഉണ്ടായിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? വമാ അറാദു ഹലകു ജമീഅ, അവരുദ്ദേശിച്ചതിന് തടയാതിരുന്നാൽ മൊത്തത്തിൽ അവർ നശിക്കും. വൈൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ, അവരെ അവിടെ തടഞ്ഞു നിർത്തിയാൽ അവരും രക്ഷപ്പെടും, കപ്പലിലുള്ള എല്ലാവരും രക്ഷപ്പെടും. അപ്പോ മൊത്തത്തിൽ രക്ഷ വേണമെങ്കിൽ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. നമ്മൾ വിചാരിക്കുക ഞാൻ എന്റെ കാര്യം നോക്കി പോയാൽ മതിയല്ലോ എന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ വളരുന്ന ഈ സമൂഹത്തിലാണ്, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം ഏറ്റവും വൃത്തികേടിന്റെയും വഴികേടിന്റെയും ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് എന്നും ദീനിൽ നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതൊരു മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി കഴിവ് ശക്തി ചെലവഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അറിവ് ചെലവഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നമ്മുടെ മേലെയുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ്. ഒരിക്കൽ സഹാബിയായ ജുന്ദുബിന് അബ്ദില്ല, അദ്ദേഹം ബസറയിലുള്ള സമയത്ത് ബസറയിലെ ആളുകളൊക്കെ ഒരുമിച്ച് അതിന്റെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അറിവുള്ളവരൊക്കെ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യാണ്. ഇത് കണ്ടപ്പോ ഈ സഹാബി പറയാണ്, ലം അറകൽ യൗമി ഖത്തു ഖൗമൻ അഹഖ ബിന്നജാതി ഇൻ കാനൂ സ്വാദിഖീൻ, ഇവരെ പോലെ രക്ഷപ്പെടുന്ന ഒരു സമൂഹത്തെയും ഞാൻ കണ്ടിട്ടില്ല, അവരാ പറയുന്നത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ. അഥവാ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും അവർ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുകയാണ് എങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുമ്പോഴും അത് സഹാബികളുടെ സലഫുകളുടെ നെഹ്ജിൽ നിന്നുകൊണ്ടായിരിക്കണം. ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതുമായിട്ട് ഞങ്ങൾ അതാ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു മാതൃകയുണ്ട്, അതിനൊരു രീതിയുണ്ട്, അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇൽമുണ്ടായിരിക്കണം. അപ്പൊ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികളോട് സംവാദം നടത്തുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത അതുപോലുള്ള വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള സഹാബികളെയോ ശ്രേഷ്ഠരായ മുൻഗാമികളുടെയോ രീതിയല്ല. ദഅവത്തിനൊരു രീതിയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, അലാ നഅ്മുറു ബിൽ മഅറൂഫ് വനൻഹ അനിൽ മുൻകർ, ഞങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അന്ന് ഭരണാധികാരികൾ കുറച്ച് ഫിത്നയുള്ള ഭരണാധികാരികളാണ്. അപ്പൊ ആളുകൾ വന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ സഹാബി പറഞ്ഞെടുത്തു, ഇന്നഹു ലഹസനുൻ, നല്ലൊരു കാര്യമാണ്. പക്ഷെ വലാകിൻ ലൈസ മിന സുന്ന അൻ തർഫഅ അസ്സൈഫ അലാ ഇമാമിക്, പക്ഷെ സുന്നത്ത് പെട്ടതല്ല എന്ത്, ഭരണാധികാരിക്കെതിരെ വാളെടുത്ത് ഇറങ്ങുക എന്നുള്ളത്. അതായത് ഖവാരിജികളുടെ അടുക്കൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്താണ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടലാണ്. മുഅ്തസിലിയാക്കളുടെ അടുക്കൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പറഞ്ഞാൽ എന്താണ്, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടലാണ്. അപ്പൊ ഓരോ സമയത്ത് അവൻ മനസ്സിലാക്കുന്ന എന്താണോ അതല്ല ഈ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഹ്ജ് ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കണം, അത് ഇൽമുണ്ടായിരിക്കണം. സഹാബികളും സലഫുകളും കാണിച്ച രീതിയിലായിരിക്കണം നന്മ കൽപ്പിക്കേണ്ടതും തിന്മ വിരോധിക്കേണ്ടതും. അല്ലാതെ എല്ലാതും ചെയ്തിട്ട് ഇത് നന്മ കൽപ്പിക്കുകയാണ് തിന്മ വിരോധിക്കുകയാണെന്ന് പറയുന്നതിലല്ല കാര്യമുള്ളത്. അത് പഠിക്കണം, അറിവോടുകൂടി ഉലമാക്കളുടെ നസീഹത്തോടു കൂടി ആയിരിക്കണം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഇരുലോകത്തും രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ 10 കാര്യങ്ങൾ. ഒന്നാമത്തേത് തൗഹീദും ഇഖ്ലാസും, അത് അടിസ്ഥാനമാണ് ഇരുലോകത്തിന്റെ രക്ഷയ്ക്ക്. രണ്ടാമത്തേത് അതിൽ സൂചിപ്പിച്ചു, തൗഹീദിന്റെ കിതാബുകൾ പഠിക്കണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള നസീഹത്ത് കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ 3 കിതാബുകൾ നിർബന്ധമായും പഠിക്കുക. നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ ഇതിന്റെ വ്യത്യസ്ത രീതിയിൽ ശർഹ് എടുത്തിട്ടുണ്ട്, അവരുടേതായ ശൈലികളിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നിങ്ങൾക്ക് തൃപ്തി തോന്നുന്ന ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ കേട്ട് എഴുതി പഠിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരങ്ങനെ ആ കിതാബുകളിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി പഠിക്കണം. രണ്ടാമത്തേത് പറഞ്ഞു ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുക എന്നുള്ളത്. ഹദീസുകളുടെ കിതാബുകൾ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ സഹീഹ് ബുഖാരി ഉണ്ടെങ്കിൽ, മുസ്ലിം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടതിൽ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നതാണ് റിയാദുസ് സാലിഹീൻ പറഞ്ഞത്. അതല്ലെങ്കിൽ അല്ലാതെയുള്ള ചെറിയ ചെറിയ അർബഈൻ നവവി അതുപോലുള്ള കിതാബുകൾ, ചെറിയ ചെറിയ കിതാബുകൾ പഠിച്ച് ഹദീസുകളെ കുറിച്ച് ബന്ധമുണ്ടാക്കി ആ കാര്യങ്ങൾ പഠിക്കുക. മൂന്നാമത്തേത് ഖശിയത്തുല്ലാഹ് വ തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാലാമത്തേത് ഹിഫ്ളുൽ ലിസാൻ, നമ്മുടെ സംസാരം അത് ഒരിക്കലും നമ്മുടെ അമലുകളെ തകർക്കുന്നതാവാതെ കാത്തു സൂക്ഷിക്കുക. അഞ്ചാമത്തേത് അൽ ഫിറാറു മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന്, ശുബ്ഹത്തുകളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നും അതിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ഇരുലോകവും നശിക്കും. അതിന് ഏറ്റവും ഫിത്ന, നമ്മുടെ ഏറ്റവും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഈ കാലത്ത് ആ ഫിത്നകളിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്താണോ നമുക്ക് കഴിയുക അതിൽ പരിശ്രമിക്കുക. ആറാമത്തേത് ധാരാളം അള്ളാഹുലേക്ക് ദുആ ചെയ്യുക, അള്ളാഹുലേക്ക് മടങ്ങുക, കരഞ്ഞു പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ. ഏഴാമത്തേത് തൗബയും ഇസ്തിഗ്ഫാറും മുറുകെ പിടിക്കുക. ഏത് സമയത്തും തൗബയും ഇസ്തിഗ്ഫാറും കൈവിടാതെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എട്ടാമത്തേത് നമ്മൾ എത്ര വലിയ നന്മ ചെയ്താലും ഞാൻ നല്ല ചെയ്ത ഒരാളായി എന്നുള്ള ചിന്ത, ഉജുബില്ലാതിരിക്കുക. നമ്മൾ എത്ര നന്മ ചെയ്താലും അള്ളാഹുവിനോടുള്ള ഹക്കിൽ നമ്മൾ ഏറ്റവും പിന്നിലായിരിക്കും, കുറവുള്ള ഒരാളായിരിക്കും. ഒമ്പതാമത്തേത് തദക്കുറുൽ ഹിസാബ്, വിചാരണ ആലോചിക്കുക, അള്ളാഹുവിന് മുമ്പിലുള്ള നൃത്തം ആലോചിക്കുക, അള്ളാഹുവിന് മുമ്പിൽ എന്ത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ആലോചിക്കുക. പത്താമത്തേത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമ്മുടെ കഴിവെന്താണോ, കഴിവിന്റെ പരമാവധി നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിൽ ഇന്ന് പണിയെടുത്താൽ നമുക്ക് സുരക്ഷിതമായി നാളെ ജീവിക്കാൻ പറ്റും. ഇന്നതിന് പണിയെടുത്തില്ലേ നമുക്ക് ദീനിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ സ്വന്തം മക്കൾ പഴച്ചു പോകുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നന്മ വരുത്താനും തിന്മ തടയാനും പരിശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക. നിങ്ങൾ ആരും വേണ്ട, നിങ്ങൾ ഭാര്യയോ ഭർത്താവോ ഉപ്പയോ മക്കളോ സുഹൃത്തുക്കളോ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഇരുന്ന് ആലോചിക്കുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാകാനും ഇരുലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.